മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ പ്രായപൂർത്തിയാകാത്ത 100-ലേറെ പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തിയെന്ന കേസിൽ 19-കാരൻ പിടിയിൽ. 350-ലെ ദൃശ്യങ്ങൾ പ്രതി ചിത്രീകരിച്ചെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രതിയുടെ വീടിന്റെ ഒരു ഭാഗം കോർപ്പറേഷൻ ഇടിച്ചു നിരത്തി. ഈ ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി പെൺകുട്ടികളെ സെക്സ് റാക്കറ്റിലേക്ക് എത്തിക്കാൻ ഇയാൾ ശ്രമിച്ചെന്നും പരാതിയുണ്ട്. ഇതടക്കം വലിയ രീതിയിലുള്ള അന്വേഷണം, കൂടുതൽ അതിജീവിതമാരെ കണ്ടെത്തി അന്വേഷണം ഊർജിതമാക്കുകയാണ് മഹാരാഷ്ട്ര പോലീസ്. അയാൻ തൻവീർ എന്ന 19-കാരന് നേരെയാണ് അതീവ ഗുരുതരമായ പരാതി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ സമൂഹ മാധ്യമങ്ങൾ വഴി പരിചയപ്പെട്ട് പ്രണയച്ചതിയിൽ വീഴ്ത്തുന്നതാണ് പ്രതിയുടെ രീതി. മുംബൈയിലും പൂനെയിലുമെല്ലാം എത്തിച്ചാണ് ലൈംഗിക ചൂഷണം. ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി പീഡനം തുടർന്നു. എത്ര പേർ ഇരയായി എന്ന കാര്യത്തിൽ പോലീസിന് കൃത്യമായ കണക്കില്ല. 100-ലേറെ പേർ എന്നതാണ് പ്രാഥമിക നിഗമനം. 350ഓളം ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തിയെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ചില ദൃശ്യങ്ങൾ ഓൺലൈനിൽ പ്രചരിച്ചതോടെയാണ് കുറ്റകൃത്യം പുറത്തറിയുന്നത്. പ്രതിയുടെ ഫോണിൽ നിന്ന് ദൃശ്യങ്ങൾ ചോർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത് ഇക്ബാൽ ഖാൻ എന്നയാളാണ്. ഇയാളും പിടിയിലായിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അതിജീവിതകളെ സഹായിക്കാനായി വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രത്യേക സമ്പർക്ക സംവിധാനങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുന്നവരുടെ പേരുവിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കുമെന്നും അതിജീവിതകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് ശിക്ഷാർഹമായ കുറ്റമാണെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. പ്രതിക്ക് മജ്ലിസ് പാർട്ടിയുമായി ബന്ധമുള്ളത് സംസ്ഥാനത്ത് രാഷ്ട്രീയ വിവാദവുമായിട്ടുണ്ട്. 24 മുംബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.